ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കായി ബജ്ജി തയ്യാറാക്കാം. ഞാനിവിടെ 4 തരത്തിലുള്ള ബജ്ജി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാമെന്ന്. ആദ്യം തന്നെ ബജ്ജിയുടെ ബാറ്റർ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി കടലമാവിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്. ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ ചേർത്തത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിക്കുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മുളക് പൊടിയും ഉപ്പും ഒക്കെ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി പൊടികളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് വെള്ളം ചേർക്കുമ്പോൾ ഈ ഒരു പാകത്തിലായിരിക്കും നമ്മുടെ മാവ് ഉണ്ടാവുക. ബജ്ജി മാവ് കുറച്ചുകൂടി ഒന്ന് ലൂസാവണം. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ദോശമാവിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിഴങ്ങ്, 1 സവാള, 1 ക്യാപ്സിക്കം, 1 ബ്രിഞ്ചാൾ, 1 വലിയ വഴുതനങ്ങ, എഗ് പ്ലാന്റ് എന്ന് പറയും, അത് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ അകത്തെ കുരു ഒന്ന് മാറ്റിക്കളയാം. അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ റിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്യാം. പൊട്ടറ്റോ സാധാരണ നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് നൈസായി കട്ട് ചെയ്യാം. ഇനി സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന് അകത്തുള്ള പീസ് വേണമെങ്കിൽ മാറ്റിക്കളഞ്ഞ് ഇങ്ങനെ റിങ്സ് ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ എടുക്കാം. ഇനി ബ്രിഞ്ചാളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പോൾ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നോരോന്നായി മുക്കി പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ ബജ്ജി തയ്യാറാക്കാം. ഇപ്പോൾ ഞാനൊരു 4-5 പൊട്ടറ്റോയുടെ സ്ലൈസ് ബജ്ജിയുടെ മാവിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മളിതിന് എണ്ണ ചൂടാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വേണം ബജ്ജിയുടെ മാവിൽ മുക്കി വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ മാവ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉൾവശത്തെ വെജിറ്റബിൾസ് കുറച്ചൊന്നും വേവുകയില്ല. പിന്നെ അടുപ്പത്ത് നിന്ന് മാറ്റിയെടുക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഒരു 30 സെക്കൻഡോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ആയതിന് ശേഷം മാത്രം വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ. അല്ലെങ്കിൽ ഇത് അധികമായിട്ട് എണ്ണ കുടിച്ചു പോവും ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇപ്പോൾ ഇവിടെ ബ്രിഞ്ചാളിൻ്റെ ബജ്ജി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 3 സ്ലൈസ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്തത് കൊണ്ടാണ് ഈ മാവ് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ബജ്ജി തയ്യാറാക്കാം. ഇനി തയ്യാറാക്കുന്നത് സവാളയുടെ ബജ്ജിയാണ്. ഇങ്ങനെ റിങ്സ് ആയിട്ട് വേണമെങ്കിൽ മുക്കി പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ സ്ലൈസ് മുഴുവനെ അങ്ങനെ തന്നെ എടുത്ത് ചെയ്യാം. ഇനി ഇതിൻ്റെ റിങ്സ് ഞാൻ കുറച്ച് കട്ടിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നൈസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം.
ഇനി ഇതൊന്ന് മറച്ച് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഏത് ബജ്ജിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അറിയിക്കണം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഓണിയൻ ബജ്ജിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും. ഇനി നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ ബജ്ജി തയ്യാറാക്കാം. ക്യാപ്സിക്കം ഒന്ന് മുക്കിയെടുത്ത് നമ്മൾ ഓണിയൻ റിങ്സ് തയ്യാറാക്കിയ പോലെ തന്നെ ക്യാപ്സിക്കം അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ ഏത് വെജിറ്റബിളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ഉണ്ടാക്കാം. പിന്നെ കുട്ടികളൊക്കെ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് കൊടുത്താൽ അവർ സ്നാക്കായിട്ട് കഴിച്ചോളും. പിന്നെ വെജിറ്റബിൾസ് അവർക്ക് എങ്ങനെയെങ്കിലും കഴിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാപ്സിക്കത്തിൻ്റെ ബജ്ജിയും തയ്യാറായിട്ടുണ്ട്. കുറച്ച് കടലമാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ 4 തരം ബജ്ജി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പൊട്ടറ്റോ, ബ്രിഞ്ചാൾ, ക്യാപ്സിക്കം, ഓണിയൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബജ്ജി ഞാനിവിടെ സെർവിങ് ഡിഷിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബജ്ജി ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.